ഹാപ്പി ഈസ്റ്റർ ടു ഓൾ മൈ യൂട്യൂബ് ഫ്രണ്ട്സ്. നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പം ലണ്ടനിൽ കുറച്ച് വെയിലൊക്കെ വന്നതുകൊണ്ട് ഞാൻ ഫുട്ബോൾ കളിക്കാൻ നോക്കും. ടുക്കു. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന വിശ്വാസത്തോടു കൂടി റീന, എന്തായാലും ഇവിടെ വെയിൽ വന്നതുകൊണ്ട് എനിക്കൊരു അസ്വസ്ഥത വരുന്നു. ഇനി എന്താണ് നിങ്ങൾക്ക് തരാനുള്ള ഈ ഈസ്റ്റർ ദിവസത്തിൽ എനിക്ക് തരാനുള്ള ഉപദേശം എന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് ഒരുപാട് ഉപദേശങ്ങൾ ഞാൻ തരേണ്ട കാര്യമൊന്നുമില്ല. കാരണം നിങ്ങളെല്ലാവരും അഡൽട്സാണ്. നിങ്ങൾക്കറിയാം എന്താണ് നിങ്ങൾക്ക് ജീവിതത്തിൽ നല്ലതെന്നും ജീവിതത്തിൽ എങ്ങനെ ജീവിക്കണമെന്നും ഒക്കെയുള്ള നല്ല ബോധം നിങ്ങൾക്കുണ്ട്. പക്ഷേ എങ്കിലും ഇന്ന് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും ഒടുവിൽ ദൈവം നമുക്ക് വേണ്ടി ത്യാഗവും എല്ലാം സഹിച്ചതിന് ശേഷം നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാനുള്ള ഒരു കരുണയും ഒരു കരുണയും ഒരു അനുകമ്പയും ഒക്കെ നമ്മളിലേക്ക് ദൈവം ഇറക്കി തന്നു അല്ലേ? എങ്ങനെയായിരിക്കണം നമ്മളും ജീവിക്കേണ്ടത്, ദൈവത്തിൻ്റെ വഴിയിൽ കൂടി എങ്ങനെയായിരിക്കണം ജീവിക്കേണ്ടത് എന്നതിന് ഒരു മാതൃകയാണ് ദൈവം ഈ ഒരു സഹനം കഴിഞ്ഞതിന് ശേഷമുള്ള ഈ ഒരു ഉയർത്തെഴുന്നേൽപ്പിൽ കൂടി നമുക്ക് തന്നത്. പക്ഷേ അതല്ല, നമ്മളിപ്പോൾ എത്രയൊക്കെ കാറ്റടിക്കുന്നു കേട്ടോ, കാറ്റടിക്കുന്നു. ഇവിടെ നല്ല വേദമാങ്ങോട്ട് എനിക്ക് വയ്യ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ ഒരു സഹന സമയത്ത് നമ്മൾ ദൈവത്തിൻ്റെ ആ ഒരു ചിന്ത നമ്മൾ ഫോളോ ചെയ്ത് നമ്മൾ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ, നമ്മൾ ആരെങ്കിലും നല്ല രീതിയിൽ സ്നേഹത്തോടു കൂടി കരുതാറുണ്ടോ? ഒന്നും തന്നെയില്ല. പ്രത്യേകിച്ച് നമ്മൾ യൂറോപ്പിലോ മറ്റ് കൺട്രികളിലാണെങ്കിൽ നമുക്കതിനുള്ള ടൈമും കിട്ടാറില്ല. അപ്പോൾ ദൈവം തരുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുമ്പോഴാണ് ഓരോ ഫെസ്റ്റിവലും ഒരുപാട് അർത്ഥവത്താകുന്നത്. ഫെസ്റ്റിവൽ നമ്മൾ ഒരുപാട് സ്നേഹത്തോടും അല്ലെങ്കിൽ ഒരുപാട് ഹാപ്പിനെസ്സോടു കൂടി ആഘോഷിക്കാറുണ്ട്. പക്ഷെ അതിലെ ഒരു കാതലായിട്ടുള്ള അതിലുള്ള ഒരു സത്ത് നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോഴാണ് ഓരോ ഫെസ്റ്റിവലും അർത്ഥവത്താകുന്നത് എന്ന ഒരു ടോക്കുമായിട്ട് യൂട്യൂബ് ഫ്രണ്ട്സിന് എല്ലാവർക്കും ഈസ്റ്റർ ആശംസകൾ.